ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മെയ് മാസം 26 മുതൽ ജൂൺ മാസം 1 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം പൊതുവെ സാമ്പത്തിക അഭിവൃദ്ധിയും മനസ്സന്തോഷവും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ആരോഗ്യനില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രമോഷനും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. ആരോഗ്യനില മെച്ചമായിരിക്കും. ധനപരമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. സ്വന്തം പരിശ്രമത്തിലൂടെ ധനലാഭത്തിന് സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യ സുഖം അനുഭവപ്പെടും. പൊതുവെ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ സാമ്പത്തിക ഞെരുക്കങ്ങളോ അനുഭവപ്പെടുമെങ്കിലും ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ സമയം നടക്കാൻ സാധ്യതയുണ്ട്. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സാമ്പത്തിക അഭിവൃദ്ധി അനുഭവപ്പെടും. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യം അനുഭവപ്പെടും. പല വിധത്തിലുള്ള നേട്ടങ്ങൾ, പല വിധത്തിലുള്ള സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും മനസ്സിനും സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ചെറിയ യാത്രകളൊക്കെ അനുഭവപ്പെടും. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 താഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് നഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രൊമോഷനും സാധ്യത വളരെ കൂടുതലാണ്. ധനപരമായിട്ട് നന്നായിരിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് വേണ്ടി വിഷമിക്കുന്നവർക്ക്, അതായത് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം അനുഭവപ്പെടും. ഭാഗ്യപുഷ്ടി ഉണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. പിതാവിൻ്റെ സ്വത്തുക്കളൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഷെയർ മാർക്കറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിജയസാധ്യത ഉണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ചിങ്ങരാശി മകം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും. മാതൃപിതൃഗുണം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വളരെ വേഗം തന്നെ കാര്യസാധ്യത ഉണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. കന്നിരാശി കന്നിരാശിക്ക് ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ശാരീരികമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. ധനപരമായി ഈ വാരം നന്നായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃസ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം അനുഭവപ്പെടും. ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിക്കാൻ സാധിക്കും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പൊതുവെ ഈ വാരം ഒരു ഭാഗ്യ വാരമായിട്ട് തന്നെ കണക്കുകൂട്ടാം. തുലാരാശി ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് പൊതുവെ ഈ വാരം അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യനില മെച്ചമായിരിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സഹോദര സ്ഥാനിയിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് പ്രയാസങ്ങളോ വിഷമങ്ങളോ കൊണ്ട് ഉള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം.
പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം തുലാരാശിക്കാരെ സംബന്ധിച്ചോളം നന്നായിരിക്കും. വൃശ്ചിക രാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് ദാമ്പത്യ സുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ധനപരമായി വളരെ അനുകൂല സമയമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നന്നായിരിക്കും. ഈശ്വരാധീനം കാണുന്നുണ്ട്. ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യാൻ സാധിക്കും. അനുകൂലമായിട്ടുള്ള സമയമാണ്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സഹോദര സ്ഥാനീയയിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. സ്വന്തം പരിശ്രമത്തിലൂടെ ധനലാഭത്തിനും സാധ്യതയുണ്ട്. ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ആരോഗ്യപരമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. എല്ലാ വിധത്തിലും ഒരു മനസ്സിന് സമാധാനം നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക, വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും നല്ലതാണ്. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഏഴരശനി കാലമാണെങ്കിലും പല വിധത്തിലുള്ള നേട്ടങ്ങളും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സഹോദര സ്ഥാനികളിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും. മാതൃഗുണം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനോ വാഹനം വാങ്ങിക്കുന്നതിനോ അനുകൂല സമയമാണ്. സന്താനങ്ങളാൽ മനസമാധാനവും സന്തോഷവും ലഭിക്കും. സന്താന ഗുണമുണ്ടാവും. വിദേശത്തോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ പരിശ്രമിക്കുന്നവർക്ക്, യാത്രയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം അനുഭവപ്പെടും. പൊതുവെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യതയുള്ള ഒരു വാരമാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സന്താന ഗുണം ഏറ്റവും പ്രധാനം. സന്താന ഗുണവും മനസമാധാനവും പ്രതീക്ഷിക്കാം. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ജന്മശനി കാലമാണ്. കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ശാരീരിക ക്ലേശങ്ങളും മനസമാധാനക്കുറവുകളും ബന്ധുജന വിരോധമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും പൊതുവെ ഈ വാരം നന്നായിരിക്കും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയുണ്ടാവും. എല്ലാ വിധത്തിലും ഒരു ഭാഗ്യവാരമായിരിക്കും ഈ സമയം. മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴി ഉത്രട്ടാതി രേവതി കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സഹോദര സ്ഥാനിയിൽ നിന്നും പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മാതൃഗുണം ഉണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഈ വാരത്തിൽ അനുഭവപ്പെടും. എല്ലാ വിധത്തിലും ഐശ്വര്യം ഉണ്ടാവും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈ, കാല്, തല ഇതൊക്കെ വളരെ സൂക്ഷിക്കണം. കാരണം ഇപ്പോൾ ഏഴരശനി തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റേതായിട്ടുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും. ജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അല്പം പ്രായമുള്ളവരാണെങ്കിൽ മുൻകോപമൊക്കെ കുറയ്ക്കണം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പ്രായമുള്ളവർ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളെപ്പോലെ പെരുമാറും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അവരുടെ പ്രവർത്തികളും രീതികളും ഇപ്പോഴത്തെ ജനറേഷന് ചിലപ്പോൾ പിടിക്കാതെ വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. പിടിവാശി മുൻകോപം കഴിയുന്നത് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. പൊതുവെ ഏഴരശനി കാലമാണ്. നീല വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക. ശനിപ്രീതി വരുത്തുക. ഹനുമാൻ പ്രീതി വരുത്തുന്നതും ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നതും വെറ്റില മാല ചാർത്തുന്നതും വളരെ നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് ശനിയന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 69550009.